പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലെ മറ്റൊരു ഭാഗമാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ഷുവർട്ടി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഷുവർട്ടി, അല്ലേ? കാരണം ഷുവർട്ടിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻ, അദ്ദേഹത്തിൻ്റെ ഒബ്ലിഗേഷൻ ചെയ്യാതെ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കുന്ന ആളാണ് ഷുവർട്ടി. അപ്പോൾ ഷുവർട്ടിൻ്റെ റൈറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ സ്പെഷ്യൽ കോൺട്രാക്റ്റിലുള്ളത്. 2 ക്ലാസ് കൂടി ആവശ്യമായിരിക്കും മേ ബി ഈ ഒരു ഏരിയ തീർക്കാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് ഷുവർട്ടിയാണ്. നോക്കുക നമുക്ക് എന്തെല്ലാം റൈറ്റ്സ് ആണ് ഈ ഷുവർട്ടിക്കുള്ളത്. The surety gets various rights after making the payment and discharging the liability of the debtor. Such rights are 3 types. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഷുവർട്ടിക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റൈറ്റ്സ് ആണുള്ളത്. ഇയാളെ ഡെപ്റ്ററെ ഇതൊന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററെ റിലീസ് ചെയ്യുമ്പോൾ, സച്ച് റൈറ്റ്സ് ആർ ഓഫ് 3 ടൈപ്സ്. 3 തരത്തിലാണ് അത്തരത്തിലുള്ള റൈറ്റ്സ് ഉള്ളത്. ഫസ്റ്റ് പറയുന്ന റൈറ്റ്സ് ദ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആണ്. പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് എതിരെ ഉള്ള റൈറ്റ്സ് ആണ്. ആരാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ? നമ്മൾക്കറിയാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എ, ബി, സി 3 ആളുകൾ ഉണ്ടായിരിക്കുക. എ എന്ന് പറയുന്ന ആൾ ബാങ്കാണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന ആൾ ലോൺ എടുക്കുന്ന ആളാണ് വിചാരിക്കാം. സി എന്ന് പറയുന്ന ആൾ ലോൺ എടുത്ത ആൾ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ ആ തുക അടയ്ക്കാമെന്ന് നിൽക്കുന്ന ആൾ. അപ്പോൾ എ ബി സിയിൽ എ എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്, ബി എന്ന് പറയുന്ന ആൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ്, സി അതായത് ബി അടയ്ക്കാതാകുമ്പോൾ പൈസ അടയ്ക്കുന്ന ആൾ ഷുവർട്ടി, അല്ലേ? ഇത് നമ്മൾ ഒരുപാട് വട്ടം മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ആദ്യമായിട്ട് ലോണ് വാങ്ങി കൊണ്ടുപോകുന്ന ആൾ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് എതിരെയുള്ള എന്തെല്ലാം റൈറ്റ്സ് ആണുള്ളത് നോക്കാം. ദ ഷുവർട്ടി ഹാസ് ദ ഫോളോവിങ് റൈറ്റ്സ് എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ദ റൈറ്റ് ഓഫ് സബ്രോഗേഷൻ. എന്താണ് റൈറ്റ് ഓഫ് സബ്രോഗേഷൻസ്? നമുക്ക് പറയാം. വേർ ദ ഗ്യാരണ്ടീഡ് ഡെപ്റ്റർ ഹാസ് ബിക്കം ഡ്യൂ ആൻഡ് the surety has paid all that is liable for, he is invested with all his rights and with the creditor had the against the principal debtor. Principal debtor ഇതെന്താണ് ഈ റൈറ്റ്സ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൈറ്റ് ഓഫ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററെ ക്യാഷ് ഫുള്ള് ഷുവർട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആ ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി വെച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള റൈറ്റൊക്കെ ആർക്കായിരിക്കും പിന്നെ കിട്ടുക? ഷുവർട്ടിക്കാണ് കിട്ടുക. ഇപ്പം നമ്മളെ സുഹൃത്ത് ഒരു പവൻ്റെ എന്തെങ്കിലും ഒരു ഗോൾഡ് അവിടെ വെച്ചു, നമ്മളെ ഗ്യാരണ്ടിയിൽ ആണ് അയാൾക്ക് ബാങ്ക് ലോൺ കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കടം വീട്ടി കഴിഞ്ഞാൽ അയാൾ അവിടെ വെച്ച സെക്യൂരിറ്റിയിൽ നമ്മൾക്ക് റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, റൈറ്റ്സ് ഓഫ് സബ്രോഗേഷൻ. പിന്നെ പറയുന്നത് റൈറ്റ് ഓഫ് ഇൻഡെമിനിറ്റിയാണ്. നോക്കാം. ഇൻ എവറി കോൺട്രാക്ട് ദ ഗ്യാരണ്ടി in every contract of guarantee there is an implied promise by the principal debtor to indemnify the surety, and surety is entitled to recover from the principal debtor all payments properly made. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മളൊരു കാര്യം എപ്പോഴും പറയാതിരുന്നു. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഷുവർട്ടി അടിച്ചു കഴിഞ്ഞാൽ ഷുവർട്ടിക്ക് ഈ പൈസ ആര് കൊടുക്കുന്നതാണ്? ആര് കൊടുക്കും എന്നത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെ കൊടുക്കണം. അപ്പോൾ കൊടുക്കണം എന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഈ കാര്യം കോൺട്രാക്റ്റിൽ പറയണം എന്നില്ല. ദാറ്റ്സ് ഈസ് ഇംപ്ലൈഡ് ആണ്. അത് സ്പോക്കണും അല്ല റിട്ടണും അല്ല. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആര് കൊടുക്കണം? അത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ലേറ്ററായിട്ട് കൊടുക്കണം. അത് തന്നിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആ പൈസ ഷുവർട്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഷുവർട്ടിക്ക് കേസ് കൂടിയിട്ട് വാങ്ങാം. ഓക്കെ, ഇനി നോക്കിയ സെൻറ്റൻസിലേക്ക്. ഇത് എവറി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദർ ഈസ് എൻ ഇംപ്ലൈഡ് പ്രോമിസ്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിൽ അങ്ങനെ പറയില്ല, പക്ഷെ നിർബന്ധമായി കൊടുക്കണം. ഇംപ്ലൈഡ് പ്രോമിസ് ബൈ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ടു ഇൻഡെമിനിഫൈ ദ ഷുവർട്ടി ആൻഡ് ഷുവർട്ടി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ഫ്രം ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഓൾ പേയ്മെൻറ്റ്സ് പ്രോപ്പർലി മെയ്ഡ്. ഇയാൾ എത്ര പേയ്മെൻറ്റ് ക്രെഡിറ്റർ കൊടുത്തിട്ടുണ്ട് ഷുവർട്ടി ആർക്ക് വേണ്ടി? പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പ്രിൻസിപ്പൽ ഡെപ്റ്റർ അടുത്തുനിന്ന് തിരിച്ചു വാങ്ങാൻ ഷുവർട്ടിക്ക് റൈറ്റ് ഉണ്ട്. ഇനി പറയുന്നത് റൈറ്റ് ടു ബി റിലീവ്ഡ് ഫ്രം ദ ലയബിലിറ്റി. നോക്കുക. ബിഫോർ മേക്കിംഗ് എനി പേയ്മെൻറ്റ് അണ്ടർ ദ ഗ്യാരണ്ടി ദ ഷുവർട്ടി ക്യാൻ കമ്പൽ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ടു റിലീവ് ഹിം ഫ്രം ദ ലയബിലിറ്റി ബൈ പേയിങ് ഓഫ് ദ ഡെപ്റ്റ്. അതായത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം പറയാം. ഈ
പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ് പൈസ കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോൾ അയാൾ കൊടുക്കാൻ പ്രേരിപ്പിക്കാൻ ഉള്ള റൈറ്റ് ആർക്കുണ്ട്? നമ്മുടെ ഷുവർട്ടിക്ക് ഉണ്ട്. ഓക്കെ, ബിഫോർ മേക്കിംഗ് എനി പേയ്മെൻറ്റ്, ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഷുവർട്ടി ക്യാൻ കമ്പൽ ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ നിർബന്ധിപ്പിക്കുക പൈസ അടയ്ക്കാനുള്ളത്, ടു റിലീവ് ഹിം ഫ്രം ദ ലയബിലിറ്റി ബൈ പേയിങ് ഓഫ് ദ ഡെപ്റ്റ്. ഓക്കെ, നമ്മളാണ് അടയ്ക്കേണ്ടത്, അയാൾ അടച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അടയ്ക്കി എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യുക, കമ്പൽ ചെയ്യാനുള്ള റൈറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഓഫ് സബ്രഗേഷൻ, റൈറ്റ് ഓഫ് ഇൻഡെമിനിറ്റി, റൈറ്റ് ടു ബി റിലീവ്ഡ് ഫ്രം ദ ലയബിലിറ്റി. ഇനി പറയാമെന്ന് റൈറ്റ് അഗെയിൻസ്റ്റ് ദ ക്രെഡിറ്റർ. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക, ABC. എ സ്റ്റാൻഡ് ഫോർ ഇവിടെ ബാങ്കാണ്, C കടമെടുത്ത ആളായ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, C ഷുവർട്ടി. നോക്കുക, ഇനി നമ്മളെ ബാങ്കായിട്ടുള്ള റൈറ്റ് എന്തെല്ലാമാണ്? ഒന്ന് പറയുന്നത് റൈറ്റ് ടു സെക്യൂരിറ്റൈസ് ആണ്. ഇതെന്താ ഞാൻ വായിക്കാതെ പറഞ്ഞു തരാം. അതായത് ഇയാൾ ഓൾറെഡി ബാങ്കിൽ പ്ലഡ്ജ് ചെയ്താണല്ലോ സെക്യൂരിറ്റി, ആര്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആ സെക്യൂരിറ്റി മേൽ ആർക്ക് റൈറ്റ് ഉണ്ടായിരിക്കും? നമ്മുടെ ഷുവർട്ടിക്ക് ഉണ്ടാവും. നോക്കുക, ആസ് പെർ ദ സെക്ഷൻ 141 ഓഫ് ദ കോൺട്രാക്ട് ആക്ട്, surety is entitled to the benefit of every security which the creditor has against the principal debtor at the time when the contract of suretyship is entered into. അയാൾ ഈ ഷുവർട്ടിഷിപ്പ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ റൈറ്റ്, ഞാൻ പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ എടുത്തുനിന്ന് ഷുവർട്ടിക്ക് ലേറ്റർ ആയിട്ട് ആ പൈസ വാങ്ങാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അയാൾ അത് തരുന്നുണ്ടില്ലെങ്കിൽ അയാൾ ബാങ്കിൽ വെച്ചിട്ടുള്ള സെക്യൂരിറ്റിയിൽ ആർക്ക് റൈറ്റ് വരും? ഷുവർട്ടിക്ക് വരും. അപ്പോൾ ബാങ്കിന് അത് എതിർക്കാൻ പറ്റില്ല. ഒന്ന്. ഇനി രണ്ടാമത് പറയുന്നത് റൈറ്റ് ടു ക്ലൈം ദ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്, ദ സെറ്റ് ഓഫ് ഡിനോട്ട്സ് എ കൗണ്ടർ ക്ലെയിം ഓർ ഡിഡക്ഷൻ ഫ്രം ദ amount of loan or being sued by the creditor for the payment of principal debt or liability. The surety is enabled to claim the set off, if any, and which the principal debtor had against the creditor. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ക്ലൈം ദ സെറ്റ് ഓഫ്. എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്നെ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ അടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ചില പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് ചില ഡിസ്കൗണ്ടോ റിബേറ്റ് ഒക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ഗോൾഡ് ലോൺ എടുത്തിട്ട് 1 ഇയർ ആകുകയാണെങ്കിൽ, ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നൊക്കെ ഒരു ലോൺ എടുത്തിട്ട് 1 ഇയറിന് മുന്നേ തന്നെ നമ്മൾ അത് അടച്ച് തീർക്കുകയാണെങ്കിൽ നമ്മൾക്ക് റിബേറ്റ് കിട്ടും. റിബേറ്റ് പറഞ്ഞാൽ പലിശയിൽ കുറച്ച് കുറവുണ്ടാകും. ഇവിടെ ആദ്യം തന്നെ നമ്മളെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ നമ്മുടെ ഷുവർട്ടിയോട് പറയുകയാണ്, ഒരു കൊല്ലത്ത് ഒരു 8 മാസം ആകുമ്പോൾ തന്നെ എനിക്ക് അടയ്ക്കാൻ പറ്റണില്ല, അപ്പോൾ നിങ്ങൾ തന്നെ അടയ്ക്കണം. അപ്പോൾ നമ്മളൊരു കൊല്ലത്തിന് മുമ്പ് അത് കൊണ്ടുപോയി അടയ്ക്കുകയാണ്, അതായത് ഷുവർട്ടി അടയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് പ്രിൻസിപ്പൽ ഡെപ്റ്റർക്ക് കിട്ടേണ്ട അവകാശം ആർക്ക് കിട്ടും? നമ്മുടെ ഷുവർട്ടിക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. വീണ്ടും പറയുന്നു റൈറ്റ് ഓഫ് സബ്രഗേഷൻ. നോക്കാം, after the surety pays the guaranteed debtor or perform the guaranteed duty, he becomes entitled to every remedy which the creditor has against the debtor. ഇവിടെ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ആ സെക്യൂരിറ്റി ടീമിൽ ആർക്ക് റൈറ്റ് കൊണ്ടുവരും? കാരണം അവിടെ ഷുവർട്ടി ഇല്ല എന്നാണ് വിചാരിക്കുക. പ്രിൻസിപ്പൽ ഡെപ്റ്റർ കടമെടുത്തിട്ടുണ്ടായിരുന്നില്ല ബാങ്കിൽ നിന്ന്. അപ്പോൾ ബാങ്ക് ആരാണ്? ക്രെഡിറ്റർ. കടമെടുത്ത ആൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ അല്ലേ. അങ്ങനെ ആകുമ്പോൾ പൈസ തിരിച്ചടയ്ക്കാതെ ആകുമ്പോൾ എന്ത് ചെയ്യും? അയാൾ വെച്ചിട്ടുള്ള ഗോൾഡ് എന്ത് ചെയ്യും? ലേലം ചെയ്യൂലേ. അതേമാതിരത്തെ അധികാരം ഇവിടെ ആർക്ക് കിട്ടും? ഷുവർട്ടിക്ക് കിട്ടും. ഓക്കെ, അതാണ് സബ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറഞ്ഞു റൈറ്റ് ടു ഇൻസിസ്റ്റ് ഓൺ ദ ക്രെഡിറ്റ് സ്യൂയിങ് എന്നാണ്. നോക്കുക, at any time after the guaranteed debt has become due, the before being called upon to pay, the surety may insist upon the creditor suing the debtor to recover the guaranteed debt. At any time after guaranteed debt has become due, ഈ guaranteed debt due ആകുമ്പോൾ, or before being called upon to pay, the surety may insist upon the creditor suing the debtor to recover the guaranteed. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഇത് നല്ലൊരു റൈറ്റാണ്, റൈറ്റ് ടു ഇൻസിസ്റ്റ് ചെയ്യുന്ന നിർബന്ധിപ്പിക്കുക ക്രെഡിറ്റർ ടു സീയിങ്. അതായത് 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് വിചാരിക്കുക ലോൺ എമൗണ്ട് തരാനുള്ള. അപ്പോൾ ക്രെഡിറ്റർ ഇങ്ങനെ വിചാരിക്കുകയാണ്, എന്തിനാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്നിട്ടില്ലെങ്കിൽ ആര് തരും? ഷുവർട്ടി തരുമല്ലോ. അങ്ങനത്തെ ഒരു ചിന്തയിലായിരിക്കും ആരിയ്ക്കുക? ക്രെഡിറ്റർ ഇരിക്കുക. പക്ഷേ നമ്മുടെ ഷുവർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്രെഡിറ്ററെ ബാങ്കിനെ നിർബന്ധിക്കാൻ പറ്റും, എന്ന് നിങ്ങൾ അയാൾക്കെതിരെ എന്ത് ചെയ്യണം? ഒരു കേസ് ഫയൽ ചെയ്യുക, പെട്ടെന്ന് ക്യാഷ് തരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അയാൾ തരുന്നില്ലെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെ നിർബന്ധിപ്പിക്കാനുള്ള അധികാരം ആർക്കുണ്ട്?
പ്രിൻസിപ്പൽ നമ്മുടെ ഷുവർട്ടിക്ക് ഉണ്ട്. ക്ലിയർ? ഇനി റൈറ്റ്സ് അഗെയിൻസ്റ്റ് കോസ്റ്റ് ഷുവർട്ടീസ്. നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ കേൾക്കാത്തൊരു പേരാണ് കോസ്റ്റ് ഷുവർട്ടി. നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ കേട്ടത് 3 ആളുകളുടെ പേരായിരുന്നു. ആരൊക്കെയായിരുന്നു? ഒന്ന് ക്രെഡിറ്റർ, ബാങ്ക്, ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ആൻഡ് തേർഡ് വണ് ഷുവർട്ടി. ഷുവർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഷുവർ, ഉറപ്പ് നൽകുന്ന ആളില്ലേ. ഇന്നിവിടെ കോസ്റ്റ് ഷുവർട്ടി ഉണ്ട്. കോസ്റ്റ് ഷുവർട്ടി എന്ന് പറയുന്നത് നത്തിങ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണത്, 2 മാർക്കിന്. ആരാണ് കോസ്റ്റ് ഷുവർട്ടി? കോസ്റ്റ് ഷുവർട്ടി വളരെ സിമ്പിളാണ്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ആരാണ് കോസ്റ്റ് ഷുവർട്ടി എന്ന് പറയുന്ന ചോദ്യം. നത്തിങ്. കോസ്റ്റ് ഷുവർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഷുവർട്ടിമാർ ഉണ്ടാവുകയാണ് ചില ഡെപ്റ്റ് റീപേ ചെയ്യാനെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഷുവർട്ടീസ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ABC, ഇതിൽ B ആണ് നമ്മളെ കടമെടുത്ത ആൾ. C എന്ത് ചെയ്യണം? B പൈസ അടച്ചിട്ടില്ലെങ്കിൽ C വീട്ടിൽ കൊടുക്കണം, അങ്ങനെയാണ് അല്ലേ? A ആരാണ്? ബാങ്ക്. C ലോൺ എടുത്ത ആൾ. C എന്ത് ചെയ്യുന്നു? ഷുവർട്ടി. പക്ഷേ ഈ ഷുവർട്ടി ചിലപ്പം വലിയ എമൗണ്ട് ആകുമ്പോൾ ചിലപ്പോൾ 1-2 ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഷുവർട്ടിമാർ നോക്കാം. വെൻ ദ ഡെപ്റ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ 2 or more sureties they are called cost sureties. അതായത് ഈ പ്രിൻസിപ്പൽ ഡെപ്റ്ററുടെ ഡെപ്റ്റ് ഒന്നിൽ കൂടുതൽ ആളുകൾ തിരിച്ചടയ്ക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണത് കോസ്റ്റ് ഷുവർട്ടി എന്ന് വിളിക്കുന്നത്. Their cost sureties are liable to contribute as agreed towards the payment of a guaranteed debt. അപ്പോൾ ഈ ഗ്യാരണ്ടീഡ് ഡെപ്റ്റ് ഇപ്പോൾ ഒരു 4 ഷുവർട്ടിമാരുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പൽ ഡെപ്റ്റർ പൈസ അടിച്ചില്ലെങ്കിൽ 4 ഷുവർട്ടിമാർ കൂടിയും ചേർന്നിട്ട്, 4 ഷുവർട്ടിമാരാകുമ്പോൾ അവരെ വിളിക്കുന്ന പേര് കോസ്റ്റ് ഷുവർട്ടീസ് ആണ്. ഇവർ ചേർന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഡെപ്റ്റ് അടയ്ക്കണം. ഈ ഡെപ്റ്റ് എങ്ങനെ തിരിച്ചടയ്ക്കണം എന്നുള്ള ഈ കോസ്റ്റ് ഷുവർട്ടികളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഈ 4 കോസ്റ്റ് ഷുവർട്ടികളും, എത്ര ഷുവർട്ടികളാണ് കോസ്റ്റ് ഷുവർട്ടീസ് ആണോ ഉള്ളത്, അവരെന്ത് ചെയ്യണം? ഒരു എഗ്രിമെൻ്റ് എഴുതി കാണും, ഞാൻ ഇത്ര തരാമെന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് കോസ്റ്റ് ഷുവർട്ടീസിന് ഉണ്ടാകുന്ന റൈറ്റ്സ്. കോസ്റ്റ് ഷുവർട്ടീസ് ലിയബിൾ ടു കോൺട്രിബ്യൂട്ട് ഈക്വലി. കോൺട്രിബ്യൂട്ട് ഈക്വലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ B എന്ന് പറയുന്നതാണ്. A എന്ന് പറയുന്നത് ബാങ്ക്, B എന്ന് പറയുന്നത് നമ്മുടെ ലോൺ എടുത്ത ആൾ. എന്നാൽ Cയും Dയും ആണ് കോസ്റ്റ് ഷുവർട്ടീസ്. അങ്ങനെയാണെങ്കിൽ ഇവർ അടയ്ക്കേണ്ട തുക Cയും Dയും തുല്യമായിട്ട് ആരെ പൈസ അടച്ചു വിട്ടണം? നമ്മുടെ പ്രിൻസിപ്പൽ ഡെപ്റ്ററുടേത്. ഓക്കെ, where there are 2 or more cost sureties for the same debt, the principal debtor has committed a default. The cost sureties, in absence of any contract to contrary, are liable to contribute equally to the extent of default. അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം? അതായത് കോസ്റ്റ് ഷുവർട്ടിമാർ തമ്മിൽ ഒരു തരത്തിലുള്ള എഗ്രിമെൻ്റ് ഇല്ല എന്ന് വിചാരിക്കുക, എങ്ങനെ പൈസ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ പോലും, അതാണ് പറയുന്നത് ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദ കോൺട്രറി, അങ്ങനെ ഇല്ലെങ്കിൽ പോലും അവർ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ഉണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് കൊടുത്താൽ മതി. നോക്കാം. ദ ലയബിലിറ്റീസ് ഓഫ് കോസ്റ്റ് ഷുവർട്ടി ബൗണ്ട് ഇൻ ഡിഫറെൻറ്റ് സംസ്. ഇതാണ്. അതായത് ചിലപ്പം അവർ വ്യത്യസ്ത രീതിയിലായിരിക്കും. 50,000 രൂപ ഉണ്ടെങ്കിൽ 4 ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50,000 രൂപയാണ് കൊടുക്കേണ്ടത് കോസ്റ്റ് ഷുവർട്ടീസ്. അപ്പോൾ 2 ഷുവർട്ടീസ് 20 ചിലപ്പം കൊടുക്കും, ഒരു ഷുവർട്ടി 10,000 എടുക്കും. പക്ഷെ അതെന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കണം. അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അവർ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് രണ്ടാമത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം. Where the cost sureties have agreed to guarantee the different sums, they have to contribute equally to the subject to the maximum amount guaranteed by each one. ഇവിടെ പറഞ്ഞ എന്താണ്? Where the cost sureties have agreed to guarantee the different sum, അവർ വ്യത്യസ്തമായ സം ആയിരിക്കും പറഞ്ഞിരിക്കുക. They have to contribute equally subject to the maximum amount guaranteed by each one. അവർ എത്രയാണ് പറഞ്ഞത് അത് ഈക്വൽ ആയിട്ട്, ഇപ്പോൾ 3 ആളുകൾ ഉണ്ടെങ്കിൽ 2 ആളുകൾ അവർ പറഞ്ഞത് ഇതിൻ്റെ മാക്സിമം ഈക്വൽ ആയിട്ട് എടുക്കുക, ബാക്കി ഷെയർ വേറൊരാളെടുക്കും. ഓക്കെ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നമുക്ക് വ്യക്തമാകും. നോക്കാം. P1, P2, P3 are the cost sureties to M. ഇവിടെ M ആണ് പൈസ കടം കൊടുത്തത്. For the sum of ₹6,000 lends to S. ഇതിൽ പറയുന്നത് P1ഉം P2ഉം P3യും കോസ്റ്റ് ഷുവർട്ടീസ് ആണ്. ഇവരെന്ത് ചെയ്തു? M എന്ന് പറയുന്ന ബാങ്കിന് ഉറപ്പ് കൊടുത്തു, നിങ്ങൾ 6,000 rupees ആർക്ക് കടം കൊടുക്കണം? എസിന് കടം കൊടുക്കണം. എസ് അത് നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ, എമ്മിന് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തരാം. എന്നിട്ട് ഇവർ 3 പേര് തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും.
ഡിഫറൻറ്റ് സമ്മായിരിക്കും. പക്ഷേ ആ ഡിഫറൻറ്റിന് സമ്മിന് ഓരോരാൾക്കും കൊടുക്കാവുന്ന മാക്സിമം ലിമിറ്റ് അവർ കൊടുത്തിരിക്കണം. ഇവിടെ നോക്കാം, ദർ ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ P1, P2 ആൻഡ് P3 ആൻഡ് P ഈസ് റെസ്പോൺസിബിൾ to the extent of 1/4 ആൻഡ് P2 1/4. അപ്പോൾ ടോട്ടൽ 6000-ന് 1/4, അതായത് 1500 രൂപയോളം P1-ഉം P2-ഉം കൊടുക്കണം. ആൻഡ് P3 ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 1/3. പിന്നെ ബാക്കിയുള്ളത് 1/2 ആണ്. അതാരും കൊടുക്കേണ്ടി വരും? P3 കൊടുക്കേണ്ടി വരും. M makes the defaulting the payment. ഇവിടെ S makes the defaulting the payment. S പൈസ കൊടുത്തില്ല. As between the casualties, P is liable to pay 1,500 rupees and P2 the same 1,500. The balance figure of 3,000 rupees should be paid by the P3. ഇത്രയേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ അവർ കൊടുക്കുന്നത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർ പ്രൊപ്പോർഷൻ പറഞ്ഞായിരിക്കും, ആ പ്രൊപ്പോർഷൻ്റെ മാക്സിമം അവർ കൊടുത്തു. ഇനി റിലീസ് ഓഫ് കോഷ്യൂരിറ്റി. എന്താണ് റിലീസ് ഓഫ് കോഷ്യൂരിറ്റി? ഇവിടെ നമ്മൾ ഈ എക്സാമ്പിളിലേക്ക് നോക്കുക. ഇവിടെ P1 ഉണ്ട്, P2 ഉണ്ട്, P3 ഉണ്ട് അല്ലേ? ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ വരുന്നത് നോക്കാം. Where there are the casualties, a release by a creditor of one of them does not discharge the others, nor does not free the surety, so released from his responsibility to other casualties. അതായത് ഇതൊരു ചെറിയ അർത്ഥം മനസ്സിലാക്കി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇവിടെ P1, P2, P3 ഇവിടെ 3 ആളുണ്ട്. ഈ 3 ആളിൽ നിന്നും ഒരാളെ നമ്മുടെ ക്രെഡിറ്റർ ആയിട്ടുള്ള എന്ത് ചെയ്തു? Pനെ റിലീസ് ചെയ്തു. Pനെ നിങ്ങൾ പൈസ തരണ്ടെന്ന് M പറഞ്ഞു. M അങ്ങനെ പറഞ്ഞാലും അങ്ങനെ Pനോട് പറഞ്ഞിട്ട് P2-ഉം P3-യും ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടില്ല. ഒരു കണ്ടീഷൻ. രണ്ടാമത് ഇവർ തമ്മിലുള്ള കോൺട്രാക്ട്സിനും മാറ്റം വരില്ല. അവൻ ഇവിടെ പറഞ്ഞു നോക്കുക. The release by the creditor of one of them does not discharge the others. ഇതിന്ന് P1-നെ ഒഴിവാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം P2-നെയും P3-നെയും ഒഴിവാക്കി എന്നല്ല. അവർ പൈസ നിർബന്ധമായിട്ടും കൊടുക്കണം M-ന് എന്നുള്ള അർത്ഥം. Nor does not it free the surety so released from his responsibility to other surety. ഇയാൾക്ക് ഇവരേറ്റ് തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ അല്ലേ? അതൊന്നും ഫ്രീ ആവുന്നില്ല. ഈ P1 ആരിൽ നിന്ന് മാത്രമേ ഫ്രീ ആകുന്നുള്ളൂ, M-ൽ നിന്ന് മാത്രമേ ഫ്രീ ആകുന്നുള്ളൂ എന്ന് അർത്ഥമുള്ളൂ. ഓക്കെ. ഇനി റൈറ്റ് ടു ഷെയർ ദ ബെനിഫിറ്റ് ഓഫ് ദ സെക്യൂരിറ്റി. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഈ P1, P2, P3 എന്ത് ചെയ്തു? M-ന് 6000 കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6000 കിട്ടാൻ S ചിലപ്പോൾ എന്തെങ്കിലും സാധനം സെക്യൂരിറ്റി M-ൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സെക്യൂരിറ്റി ടീമിൽ ഈ 3 ആളുകൾക്കും റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് വീഡിയോ 2-3 പ്രാവശ്യം കാണുക. സംശയം എങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ.